الرحيم الحمد لله رب العالمين صلى الله على نبينا محمد وعلى آله وصحبه أجمعين. സൂറത്ത് ഇബ്രാഹിം 3 ആയത്താണ് വായിച്ചത് നമ്മൾ. അപ്പം മറ്റുള്ള അധ്യായങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ച സൂറത്തു റഅദിനെ പോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിമും തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ പരിശുദ്ധ ഖുർആനിൽ നിന്ന് അകന്നു പോകുന്നവരെ കുറിച്ച് 3-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് അവര് ആഖിറത്തിനേക്കാൾ ഇഹലോക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവര് ജനങ്ങളെ തടയുന്നു. അള്ളാഹുവിന്റെ മാർഗത്തെ വക്രമാക്കാൻ വേണ്ടി അഥവാ അതിനെ മോശമാക്കാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്നു, ആഗ്രഹിക്കുന്നു. അവര് അങ്ങേയറ്റത്തെ വഴികേടിലായിരിക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി പ്രവാചകന്മാരുടെ നിയോഗം അത് എങ്ങനെയായിരുന്നു എന്നതാണ് എടുത്തു പറയുന്നത് 4-ാമത്തെ ആയത്തില്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും ഫയുളില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ വഹുവൽ അസീസുൽ ഹകീം. വമാ അർസൽന, നാം അയച്ചിട്ടില്ല, നാം നിയോഗിച്ചിട്ടില്ല. അർസല പലപ്പോഴും പറഞ്ഞതാണ്, നാം നിയോഗിച്ചിട്ടില്ല. മിർ റസൂലി, ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല. അപ്പൊ ഒരു റസൂലിനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ ബിലിസാനി ഖൗമിഹി, തന്റെ സമൂഹത്തിന്റെ ഭാഷയിലല്ലാതെ. ലിസാൻ എന്ന് പറഞ്ഞ ഭാഷ. ഇല്ലാ ബിലിസാനി, ഭാഷയിലല്ലാതെ. ഏതു ഭാഷയിലല്ലാതെ? ഖൗമിഹി, അദ്ദേഹത്തിന്റെ സമൂഹത്തെ. അപ്പൊ ഏതൊരു സമൂഹത്തിലേക്ക് പ്രവാചകന്മാരെ നിശ്ചയിച്ചിട്ടുണ്ടോ ആ പ്രവാചകന്മാരൊക്കെ ആ സമൂഹത്തിന്റെ ഭാഷയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. അപ്പോ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതരാവുന്നത് അറബികളിലേക്കാണ്, പക്ഷെ മുഴുവൻ ജനങ്ങളിലേക്കുമാണ്. അപ്പൊ അറബി ഭാഷയിലുള്ള ഗ്രന്ഥവുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടുള്ളത്. അപ്പൊ അറബി ഭാഷ അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രത്യേകത പരിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അറബി ഭാഷയിൽ പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് കാരണം നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ എന്നാണ്. മറ്റുള്ള ഭാഷകളെക്കാൾ എത്രയോ മികവ് അറബി ഭാഷക്കുണ്ട്. അപ്പൊ മുമ്പിലിരിക്കുന്ന ആള് ആരാണ് എന്നുള്ളത് കണ്ണൊട്ടന് പോലും മനസ്സിലാവും. അപ്പൊ നീ എവിടുന്നാ വരുന്നത്, നീ എവിടേക്കാ പോകുന്നത് എന്ന് മലയാളത്തിൽ ചോദിച്ചാൽ ഞാൻ ആരോടാ ചോദിക്കണമെന്ന് കണ്ണാങ്ങാത്ത ആൾക്ക് മനസ്സിലാവില്ല. ഇതിന്റെ മുമ്പുള്ളത് ആണാണോ പെണ്ണാണോ എന്നുള്ളത് മനസ്സിലാവില്ല. നേരെ മറിച്ച് അത് അറബി ഭാഷയിൽ ചോദിച്ചാലോ കണ്ണാങ്ങാത്ത ആൾക്കും എന്ത് ചെയ്യും, ഇയാൾ സംസാരിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാവും അല്ലെ. ഇലൈന ദഹബ്ത എന്നാ ചോദിക്കുക ആണിനോടാണെങ്കിൽ, നീ എങ്ങോട്ടാ പോണത്. പെണ്ണിനോടാണെങ്കിൽ എങ്ങനെ ചോദിക്കുക, ഇലൈന ദഹബ്തി എന്നാണ് ചോദിക്കുക അല്ലെ. അപ്പൊ ദഹബ്ത ദഹബ്തി, അപ്പൊ ഭാഷയുടെ മികവാണത്. എന്നാ മറ്റുള്ള ഭാഷയിൽ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റൂല, മനസ്സിലാക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പിന്നെ ഈ പദസമ്പത്ത് ഏറ്റവും കൂടുതലുള്ള ഭാഷയാണ് ഏത്, അറബി ഭാഷ. എന്നാൽ അതേ സമയം തന്നെ ഒരു പദത്തിന് തന്നെ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഭാഷയാണ് അറബി ഭാഷ. അപ്പൊ ഐനുൻ എന്നുള്ളത് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണ് എന്നാണ് അതിന് പഠിച്ചിട്ടുള്ളത്. എന്നാൽ അത് അരുവിക്ക് ഐനുൻ എന്ന് പറയും, ഉറവിടത്തിന് ഐനെന്ന് പറയും. സാന്ദർഭികമായി ചാരന് എന്ന് ഉപയോഗിക്കാറുണ്ട്. ചാരന്മാരുണ്ടല്ലോ, അതിന് ഐനുൻ എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് സന്ദർഭത്തിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പം എല്ലാ പ്രവാചകന്മാരെയും നിയോഗിച്ചത് അവരവരുടെ ഭാഷയിലാണ്. അപ്പൊ അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹ് നൽകിയിട്ടുള്ള വേദം അത് അറബി ഭാഷയിലാണ്. അപ്പൊ ആ വേദത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്, ഹുദൽ ലിന്നാസ് എന്നാണ് അല്ലെ. റമളാന്റെ പ്രത്യേകത തന്നെ അതന്നെയല്ലേ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ജനങ്ങൾക്ക് മുഴുവൻ മാർഗദർശനമായിട്ടുള്ള
ഗ്രന്ഥമായിട്ട് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്ത്? റമദാൻ മാസം. അപ്പൊ ആ റമദാന്റെ പ്രത്യേകത തന്നെ എന്താണ്? ഖുർആന്റെ അവതരണം ഉണ്ടായി എന്നാണ്. ലൈലത്തുൽ ഖദർ ആ റമദാനിൽ സംവിധാനിക്കാനുള്ള കാരണം തന്നെ എന്താണ്? ഖുർആനിന്റെ അവതരണമാണ്. അപ്പൊ ഖുർആനുമായിട്ട് ബന്ധമില്ലാതെ നോമ്പിന്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടൂല എന്നുള്ളത് ഉറപ്പായില്ലേ? ഖുർആനും നോമ്പുമാണ് ബന്ധം. 11 മാസങ്ങൾക്കില്ലാത്ത പ്രത്യേകത റമദാനിന് ലഭിക്കാൻ കാരണം പരിശുദ്ധ ഖുർആന്റെ അവതരണം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ എന്തിനാ നോമ്പനുഷ്ഠിക്കുന്നത്? എന്തിനാ നോമ്പനുഷ്ഠിക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എല്ലാ ആരാധനകളുടെയും ലക്ഷ്യം തഖ്വ ഉണ്ടാവലാണ്. നോമ്പിന്റെയും ലക്ഷ്യം തഖ്വ ഉണ്ടാവൽ തന്നെയാണ്. അപ്പൊ ഈ തഖ്വ ഉള്ളവർക്ക് ഖുർആനിൽ നിന്ന് മാർഗദർശനം കിട്ടുള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞേ? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഹുദൽ ലിൽ മുത്തഖീൻ. പരിശുദ്ധ ഖുർആൻ പഠിച്ചത് കൊണ്ട് ഒരാൾക്ക് അതിൽ നിന്ന് മാർഗദർശനം കിട്ടൂല. ഖുർആനിൽ നിന്ന് മാർഗദർശനം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? തഖ്വ ഉണ്ടായിരിക്കണം. അപ്പൊ ഏതു ആരാധനകൾ എടുത്തു നോക്കിയാലും മനുഷ്യനെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പര്യാപ്തമാക്കലാണ്. നോമ്പും അതിന് തന്നെയാണ്. അപ്പൊ നോമ്പിലൂടെ നേടിയെടുക്കുന്ന തഖ്വയുള്ള ആൾക്ക് ഖുർആനിൽ നിന്ന് എന്ത് ചെയ്യുകയുള്ളൂ? മാർഗദർശനം ലഭിക്കുകയുള്ളൂ. ഹുദല്ലിൽ മുത്തഖീന. എന്നിട്ട് മുത്തഖീങ്ങളുടെ ഗുണങ്ങൾ വേറെ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭാഷ ആ സമൂഹത്തിന്റെ ഭാഷയാണ്. അപ്പൊ പ്രവാചകൻ അറബികളെയാണ് അഭിമുഖീകരിച്ചത്. ലോകത്തിന് മുഴുവനുള്ള പ്രവാചകനാണെങ്കിലും അപ്പൊ അറബി ഭാഷയിലാണ് പരിശുദ്ധ ഖുർആന്റെ അവതരണം. അപ്പൊ അറബി ഭാഷയാണ് പ്രയാസാണ് എന്ന് പറഞ്ഞു മാറിക്കുകയാണോ വേണ്ടത്? സാധാരണ അങ്ങനെയാണല്ലോ ചെയ്യില്ല. അറബി ഭാഷയാണ് പഠിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പുറത്തുള്ള ഇംഗ്ലീഷ് നമ്മൾ പഠിക്കും, ഹിന്ദി പഠിക്കും, ഉറുദു പഠിക്കും, വേറെയുള്ളതൊക്കെ പഠിക്കും. നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ എല്ലാം പഠിക്കും. പക്ഷെ അറബി ഭാഷയെ കുറിച്ച് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. 4 സ്ഥലത്ത് ഒരു അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആശയം ഗ്രഹിച്ച് വായിക്കപ്പെടേണ്ട ഗ്രന്ഥത്തെ എളുപ്പമാക്കിയിട്ടുണ്ട് നാം. അപ്പൊ എന്തുകൊണ്ടാണ് എളുപ്പമായത്? അറബി ഭാഷയിലായതുകൊണ്ടാണ്. ഫഹൽ മിൻ മുദ്ദക്കിർ. അതുകൊണ്ട് ഇത് പഠിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ പഠിക്കാൻ തയ്യാറായാൽ എളുപ്പമാണ്. പഠിക്കാൻ തയ്യാറാവാത്തവർക്കാണ് ഇത് പ്രയാസകരമായിട്ടുള്ളത്. അഥവാ അത് ആരുടെ പ്രത്യേകതയാണ്? ഇഹലോക ജീവിതത്തെ ലക്ഷ്യം വെക്കുന്നവരുടെ, ഇഷ്ടപ്പെടുന്നവരുടെ, പരലോകത്തേക്കാൾ ഇഹലോക ജീവിതത്തെ ലക്ഷ്യം വെക്കുന്നവരുടെ പ്രത്യേകതയാണത്. ഖുർആൻ പഠിക്കാൻ പ്രയാസാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. അപ്പൊ അറബി ഭാഷക്ക് അതിൻ്റെതായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. സെമിറ്റിക് ഭാഷകളിലെ വളരെ പ്രധാനപ്പെട്ട ഭാഷയാണ് അറബി ഭാഷ. ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ പ്രവാചകനെ നിയോഗിച്ചത് ആ സമൂഹത്തിന്റെ ഭാഷയിലാണ്. എന്തിനാണത്? ലിയുബയ്യിന ലഹും, അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പൊ പ്രവാചകന്മാരുടെ നിയോഗത്തിലൂടെ പടച്ചവൻ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച കാര്യം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി അവരുടെ ഭാഷയിലാണ് പ്രവാചകൻ എന്ത് ചെയ്തിട്ടുള്ളത്? നിയോഗിച്ചിട്ടുള്ളത് എന്ന്. അപ്പം ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുകയാണ് നല്ലത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഖുതുബക്ക് എന്ത് ചെയ്തത്? പരിഭാഷപ്പെടുത്തിയത് അല്ലെ? ഖുതുബ ഉപദേശമാണ്. ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ഉത്ബോധനത്തിലേക്ക്, ആ റബ്ബിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു പോകണം എന്നാണ്. ആ ദിക്റുള്ളയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഖുതുബ. അപ്പൊ അതുകൊണ്ടാണ് ആ ഖുതുബ എന്ത് ചെയ്തത്? ജനങ്ങൾക്ക് മനസ്സിലാവണം. ജുമുഅയുടെ ഭാഗമാണ് ഖുതുബ. അപ്പൊ ആ ജുമുഅയുടെ ഭാഗമായിട്ടുള്ള ഉപദേശം ജനങ്ങൾക്ക് അറിയണം. കാരണം പ്രവാചകന്മാർ മുഴുവൻ അവരുടെ സമൂഹത്തിന്റെ ഭാഷയിലാണ് നിയോഗിക്കപ്പെട്ടത്. അപ്പം അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി. എന്നിട്ട് അല്ലാഹു പറയാ ഫയുളില്ലുല്ലാഹു, അങ്ങനെ അള്ളാഹു എന്നിട്ട് അപ്പോൾ യുളില്ലുല്ലാഹു, അള്ളാഹു വഴികേടിലാക്കുന്നു മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ, വയഹ്ദി മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ മാർഗദർശനം നൽകുകയും ചെയ്യുന്നു. അപ്പൊ എന്നിട്ട് ഫയുളില്ലുല്ലാഹു, എന്നിട്ട് അള്ളാഹു വഴികേടിലാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ?
ഈ മാർഗദർശനം ജനങ്ങൾക്ക് വിശദീകരിച്ചു നൽകുമ്പോൾ ആ മാർഗദർശനം ഉൾക്കൊള്ളാൻ തയ്യാറാവാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു? വഴികേടിലാകുന്നു. എന്നാൽ ആ മാർഗദർശനം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുകയും ചെയ്യുന്നു? ഹിദായത്ത് ലഭ്യമാക്കുകയും ചെയ്യുന്നു. അല്ലാതെ അള്ള ഇഷ്ടമുള്ള വഴികേടിലാക്കി അള്ള വേറൊരു ടീമിനെ ഇഷ്ടമുള്ള ഒരു ടീമിനെ ദുർമാർഗത്തിലും പിന്നെ നേർമാർഗത്തിലും ആക്കി എന്നല്ല. അപ്പൊ പ്രവാചകന്മാർ വന്ന് അവർക്ക് വിശദീകരിച്ചു നൽകിയിട്ടുണ്ട്. വിശദീകരിച്ചു നൽകിയിട്ട് ഒന്നുകിൽ ഇമ്മ ഷാക്കിറൻ അല്ലെങ്കിൽ ഇമ്മ കഫൂറ, അല്ലെ? ഒന്നുകിൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് നന്ദി കാണിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോവാം, അല്ലെ മറ്റതിനും സ്വാതന്ത്ര്യമുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ കുഫറിൽ അകപ്പെട്ടിട്ടും പോകാം. രണ്ടിനും സ്വാതന്ത്ര്യം നൽകി. ഇമ്മ ഷാക്കിറൻ ഇമ്മ കഫൂറ. മറ്റൊരു രീതിയിൽ പറഞ്ഞ എന്നിട്ടോ മനസ്സിനെ സംവിധാനിച്ച രീതി തന്നെയാണ് സത്യം. അതിന് രണ്ടു വശവും പഠിപ്പിച്ചു കൊടുത്തു. അൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, അതിന്റെ ധാർമ്മികതയും പഠിപ്പിച്ചു കൊടുത്തു, അതിന്റെ അധാർമികതയും പഠിപ്പിച്ചു കൊടുത്തു. അൽഹമഹ അതിന് ഇൽഹാമ് നൽകി, ബോധനം നൽകി. ഫുജൂറഹ മനസ്സിന്റെ അധാർമികത, അതിന്റെ തഖ്വ അതിന്റെ അധാർമികതയും രണ്ടും ബോധനം നൽകി. എന്നിട്ടോ ഖദ് അഫ്ലഹ മൻ സക്കാഹ, ധാർമ്മികതയിൽ ഊന്നി മുന്നോട്ട് പോയാൽ അതിനെ ശുദ്ധീകരിച്ചവൻ എന്ത് ചെയ്യും? വിജയിക്കും. വഖദ് ഖാബ മൻ ദസ്സഹ, അതിനെ മലിനമാക്കിയവൻ എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുന്നു. അഥവാ അധാർമികമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയാൽ അവൻ പരാജയപ്പെടുന്നു. അപ്പം പ്രവാചകന്മാരിലൂടെ ധാർമ്മികത, തഖ്വയുടെ ഭാഗം ഏതാണ്, ഫുജൂറിന്റെ ഭാഗം ഏതാണ് എന്ന് ജനങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. അപ്പൊ ആ വിശദീകരിച്ച് നൽകിയതിലൂടെ അത് ഉൾക്കൊള്ളുന്ന ആളുകളെ അള്ള നേർമാർഗത്തിലാക്കുന്നു, ഹിദായത്ത് നൽകുന്നു. അതിൽ നിന്ന് അകന്നു പോകുന്ന ആളുകളെ അള്ള എന്ത് ചെയ്യുന്നു? വലാലത്തിലേക്ക് ആക്കുകയും ചെയ്യുന്നു. അതാ ഫയുളില്ലാഹു, അങ്ങനെ അല്ലെങ്കിൽ എന്നിട്ടാണ് അങ്ങനെ അല്ലെങ്കിൽ എന്നിട്ട് അള്ളാഹു ദുർമാർഗത്തിലാക്കുന്നു. മയ്യശാ, അവൻ ഉദ്ദേശിച്ചവരെ എന്ന് പറഞ്ഞാൽ ആ റബ്ബിന്റെ പ്രവാചകന്മാരുടെ നിർദ്ദേശങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രവാചകന്മാർ വിശദീകരിച്ചു കൊടുത്തതിനെ ഉൾക്കൊള്ളാത്തവരെ അള്ളാഹ് ദുർമാർഗത്തിലാക്കുന്നു. വയഹ്ദി മയ്യശാ, അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു നേർമാർഗം നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രവാചകന്മാരുടെ കൽപ്പനക്ക് വിധേയമായി ജീവിച്ചവർക്ക് എന്ത് ചെയ്യുന്നു? അള്ളാഹ് നേർമാർഗം നൽകുകയും ചെയ്യുന്നു. എന്നിട്ട് പറയാ വഹുവൽ അസീസുൽ ഹക്കീം, അള്ളാഹ് അൽ അസീസ് ആണ്, അൽ ഹക്കീമാണ്. പലപ്പോഴും നമ്മൾ വിശദീകരിച്ച രണ്ട് ഭാഗങ്ങളാണ് അള്ളാഹ് അസീസും ഹക്കീമുമാണ് എന്ന്. അപ്പം റബ്ബിന്റെ അറിവോടുകൂടിയാണ് ഹിദായത്ത് ലഭ്യമാകുന്നത്, റബ്ബിന്റെ അറിവോടുകൂടി തന്നെയാണ് വലാലത്തിലേക്കും പോകുന്നത് എന്ന്. ഇഷാത്ത് അള്ളാഹ് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ ഇഷാത്ത് അറിവ്, ഇൽമുമായി ബന്ധപ്പെട്ടതാണ്, അറിവുമായി ബന്ധപ്പെട്ടതാണ് ഒരാളുടെ ഉദ്ദേശ്യം. അപ്പൊ അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹ് അറിഞ്ഞുകൊണ്ടാണ് ഒരാൾ നേർമാർഗത്തിലാകുന്നതും അള്ളാഹ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരാൾ ദുർമാർഗത്തിലേക്ക് പോകുന്നതും. ദുർമാർഗത്തിലേക്ക് പോവാൻ കാരണം അള്ളാഹു പ്രവാചകന്മാരിലൂടെ അവർക്ക് വിശദീകരിച്ചു നൽകാൻ വേണ്ടി കൊടുത്തയച്ച വേദങ്ങളെ അവർ അവഗണിച്ചു എന്നുള്ളതാണ്. നേർമാർഗത്തിലാവാൻ കാരണം ആ വേദങ്ങളെ അവർ പിൻപറ്റി ജീവിച്ചു എന്നതാണ്. വലഖദ് അർസൽനാ മൂസ അലൈഹി സ്വലാമിയെ നാം നിയോഗിച്ചു. ഇസ്ലാം ഖുർആൻ ഏറ്റവും കൂടുതൽ ചരിത്രം സൂചിപ്പിച്ചത് മൂസ അലൈഹി സ്വലാമിയുടെ ചരിത്രമാണ്. ബി ആയാത്തിന, നമ്മുടെ തെളിവുകളുമായി മൂസ അലൈഹി സ്വലാമയെ നിയോഗിച്ചു. എന്നിട്ട് എന്താ കൽപ്പന? അൻ അഖ്രിജ്, നീ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. അൻ അഖ്രിജ്, നീ പുറത്തു കൊണ്ടുവരണം. ഖൗമക, നിന്റെ സമൂഹത്തെ നീ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. ആരാ? ഇസ്രായേല്യരാണ് മൂസ അലൈഹി സ്വലാമയുടെ സമൂഹം. അപ്പൊ ആ ഇസ്രായേല്യരെ നീ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. മിനൽ അന്ധകാരത്തിൽ നിന്ന് ഇലന്നൂർ, പ്രകാശത്തിലേക്ക്. അപ്പൊ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് അവരെ നീ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അതിനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്? നിയോഗിച്ചയച്ചിട്ടുള്ളത്. അപ്പൊ മൂസ അലൈഹി സ്വലാമ
ചരിത്രം എടുത്തു നോക്കിയാട്ടെ. മൂസാ നബിയുടെ ചരിത്രം ജനനം പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ്. ജനിച്ചപ്പോ എന്താ ചെയ്തത്? പെട്ടിയിലാക്കിയിട്ട് എന്ത് ചെയ്തു? നദിയിൽ ഒഴുക്കില്ലേ ഉമ്മ. ആ നദിയിൽ നിന്ന് ആ പേടകം ഫിറൗനിന്റെ ഇണ ആസിയ കണ്ടെടുത്തു. അങ്ങനെ ഫിറൗന്റെ കൊട്ടാരത്തിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? വളർന്നു. അബദ്ധത്തിൽ നാട്ടിൽ ഒരാളെ കൊലപ്പെടുത്തി. അവിടെ നിന്ന് ഷുഐബ് അലൈഹി സ്വലാമയുടെ നാട്ടിലാണ് ഓടിയെത്തിയത്. അവിടെ നിന്ന് കല്യാണം കഴിച്ചു. 8-10 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോൾ വഹി ലഭിക്കുന്നു. വഴിയിൽ വെച്ചു അല്ലെ, വെളിച്ചം കണ്ടു. ആ വെളിച്ചത്തിന്റെ അടുക്കൽ വഴി അറിയാൻ ആളുണ്ടാകുമെന്ന് കരുതി അവിടെ ചെന്നപ്പോ മൂസാ അലൈഹി സ്വലാമയോട് അല്ലാഹു എന്ത് ചെയ്തു? സംസാരിച്ചു. ആ സംസാരത്തിൽ ചില തെളിവുകളൊക്കെ മൂസാ അലൈഹി സ്വലാമക്ക് അല്ലാഹു നൽകി. എന്തായിരുന്നു തെളിവുകൾ നൽകിയത്? കൈ കക്ഷത്ത് വെച്ചെടുത്താൽ അത് എന്ത് ചെയ്യും? പ്രകാശിക്കും. അതുപോലെ തന്നെ വടിയിട്ടാൽ എന്ത് ചെയ്യും? പാമ്പായി തീരും. അപ്പൊ വടിയിട്ടാൽ പാമ്പായി തീരുക വെറുതെ 2 ദൃഷ്ടാന്തം കൊടുക്കല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് അതിൽ ചില പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. മൂസാ അലൈഹി സ്വലാം സൂറത്തു താഹയുടെ തുടക്കത്തിൽ കാണാം, വഹല്ലത്താക ഹദീസു മൂസ ഇദ് റഅ നാറൻ ഫഖാല ലി അഹ്ലിഹിം കുസു ഇന്നി ആനസ്തു നാറ ലഅല്ലി ആതീകും മിന്നാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഹുദ എന്ന് പറഞ്ഞിട്ട് മൂസാ അലൈഹി സ്വലാം അങ്ങോട്ട് പോണത്. അവിടെ എത്തിയപ്പോഴോ എന്താണ്? അവിടെ എത്തിയപ്പോഴും ഒരു 8-10 നിർദ്ദേശങ്ങൾ അല്ലാഹു നൽകുകയാണ് ചെയ്യുന്നത്. വെളിച്ചത്തിന്റെ സ്ഥലത്ത് നിന്ന് 8-10 നിർദ്ദേശങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. ഇനി അന റബ്ബുക ഫഖ്ലഅ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ വഅന ഖ്തർതുക ഫസ്തമി ലിമാ യുഹാ ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി ഇന്ന സഅത ആതിയത്തുൻ അകാദു ഉഖ്ഫിഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ യസാ വലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുമിനു ബിഹാ വത്തബ ഹവാഉ ഫതർദ. 13-14 നിർദ്ദേശങ്ങൾ മൂസാ അലൈഹി സ്വലാമക്ക് ഒറ്റയടിക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ ചെന്നെന്തിനാ മൂസാ അലൈഹി സ്വലാം? വെളിച്ചം കിട്ടും, അവിടെ ആളുണ്ടാവും എന്ന് വിചാരിച്ചെന്നാ. ഇത് ആരുടെ കലാമാണ്? അള്ളാഹുവിന്റെ സംസാരമാണ്. അപ്പൊ അതിന്റെ ഗൗരവവും അതിന്റെ ഗാംഭീര്യവും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അപ്പൊ ഈ 10-14 നിർദ്ദേശങ്ങളാണ് കൊടുത്തിട്ട് പിന്നെ മൂസാ അലൈഹി സ്വലാമയുടെ ഒരു ചോദ്യമാണ്. എന്തായിരുന്നു ചോദ്യം? അമ്മാ തിൽക ബി യമീനിക യാ മൂസ. എന്താ മൂസ എന്റെ വലത്തെ കയ്യിൽ? അപ്പൊ എന്താ വലത്തെ കയ്യിൽ എന്താണ്? സഞ്ചിയാണെങ്കിൽ സഞ്ചിയാന്ന് പറയണം, വടിയാണെങ്കിൽ വടിയാണ് എന്ന് പറയണം, ഇല്ല ടോർച്ചാണെങ്കിൽ ടോർച്ചാണ് എന്ന് പറയണം, ഫോണാണെങ്കിൽ ഫോണാണെന്ന് പറയണം. അപ്പൊ മൂസാ നബിന്റെ കയ്യിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? വടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ വടിയാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ മൂസാ നബി അവിടെ നിർത്തിയിട്ടില്ല. ഈ അസായ അതവക്കവു അലൈഹ വഅഹ്ശു ബിഹാ അലാ നബി വലിയ ഫിഹാ മആരിബു ഉഖറ. ആകെ അള്ളാന്റെ ചോദ്യം എന്താണ്? മാ തിൽക ബി യമീനിക യാ മൂസ. മൂസ എന്താ എന്റെ വലത്തെ കയ്യിലിരുന്ന? അപ്പൊ ആകെ പറയേണ്ട മറുപടി എന്താ? എന്റെ വടിയാന്ന് പറഞ്ഞാൽ മതി. പക്ഷെ മൂസാ അലൈഹി സ്വലാം കുറച്ച് വിശദമായിട്ട് പറഞ്ഞു, എന്റെ വടിയാണത്. ഈ അസായ അതവക്കവു അലൈഹ, ഞാനത് ഊന്നി നിൽക്കാറുണ്ട്. പോരാ വഅഹ്ശു ബിഹാ അലാ വനമി, എന്റെ ആടുകൾക്ക് ഇല തല്ലി കൊടിച്ചു കൊടുക്കാന്ന് ഞാൻ അത് ഉപയോഗിക്കാറുണ്ട്. പോരാ, അതിനും അപ്പുറം വലിയ ഫിഹ മാരി ബുഹ്റ, അതിൽ ഒരുപാട് ഉപകാരം ഉണ്ട് എനിക്ക്. അപ്പൊ എന്താ അള്ളാഹ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? അൽഖിഹായ മൂസ. മൂസ അത് വലിച്ചെറിഞ്ഞേക്കുന്നു. അൽഖിഹായ മൂസ, അള്ളാന്റെ കൽപ്പന. അൽഖിഹ, വലിച്ചെറിയ. ആ വടിയാണ് വലിച്ചെറിഞ്ഞ ആളാണ്. വലിച്ചെറിഞ്ഞു പറഞ്ഞാൽ നമ്മൾ സാധാരണ ടെക്ക് എന്നാ പറയല്. അവിടെ ഇട്ടിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത ആയത്തിൽ എന്താ പറഞ്ഞത്? ഫൈദാഹിയ ഹയ്യത്തുൻ തസ്ആ എന്നാണ് പറഞ്ഞത്. അതാ ഓടി വരുന്ന ഒരു പാമ്പായി മാറുന്നു അത്. അപ്പൊ ഓടി വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് ദൂരക്ക് എറിഞ്ഞിരിക്കണത്. അനാൽക്ക് എറിഞ്ഞക്കന്ന വടിയെന്ന്. കാരണം ഒരുപാട് ഉപകാരമുള്ള വടിയില്ലേ, വലിച്ചാണ്ടെറിഞ്ഞാളാണ്. അൽക്ക് ഹായ മൂസ. മൂസാ അലൈഹി സ്വലാം വടി ഒരൊറ്റ ആറാണ്. അപ്പോഴതാ അത് പാമ്പായി ഓടി വരുന്നു. സആയസ എന്ന് പറഞ്ഞാൽ ഓടി വന്നു. അപ്പൊ നോക്ക്, ആ പാമ്പിന്റെ ഗൗരവം കാണെങ്കിൽ പിൽക്കാലത്തുള്ള ചരിത്രം പഠിക്കണം. എന്താ പിൽക്കാലത്തെ ചരിത്രം? എന്താണ്? ആ പാമ്പാണ് ഫിറഔനിന്റെ ജാലവിദ്യക്കാർ എന്ത് ചെയ്തത്? പിന്നെ ജാലവിദ്യക്കാർ ഇട്ട കയറും വടിയൊക്കെ എന്ത് ചെയ്തത്? അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിന.
തൽഖഫു മാ യഉഫികൂന, അവർ പകിട്ടാക്കി കാണിച്ചതിനെ മുഴുവൻ അത് വിഴുങ്ങി. അപ്പൊ എത്ര വലുതായിരിക്കണം, ഭീകരമായിരിക്കണം ആ പാമ്പ്. അപ്പം വെളിച്ചം തേടി പോന്നതാ മൂസ. പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. വടിയാണ്ട് കയ്യിന്ന് പോയി അതാ പാമ്പായി തിരിച്ചു വരുന്നു. എങ്ങനെ ഉണ്ടാവും? അപ്പൊ അടുത്ത കൽപ്പന എന്താ? ഹുദ്ഹ, ഹുദ്ഹ, പിടിക്കതിനെ. പിടിക്കതിനെ എന്ന് പറഞ്ഞാൽ മൂസാ നബി പിടിക്കാനൊന്നും നിന്നിട്ടില്ല, ഓട ചെയ്യുന്നത്. അപ്പൊ അടുത്ത കൽപ്പന യുവാക്കിബിയ മൂസ, മൂസ ഓടാൻ പാടില്ല. ഹുദ്ഹ, പിടിക്കതിനെ. സനുഈദുഹാ സീറത്തഹൽ ഊല, പഴയ അവസ്ഥയിലേക്ക് ഞാൻ അതിനെന്ത് ചെയ്യും? മടക്കി തരും. അപ്പം ആ പിടിക്കുന്ന രംഗൊന്ന്, മൂസ അലൈഹി സ്വലാം ഒരു മനുഷ്യനാണ്, മാത്രമല്ല എന്തൊക്കെ മിന്നി മറിഞ്ഞിട്ടുണ്ടാവും ആ പാമ്പിനെ പിടിക്കുമ്പോ. ആലോചിച്ച് നോക്ക്, പാമ്പിനെ പിടിച്ചു പഴയ അവസ്ഥയിലേക്ക് വന്നു അല്ലെ? അപ്പൊ എന്താ അള്ളാഹ് പഠിപ്പിച്ചത്? എന്റെ വടിയോണ്ടല്ല കാര്യങ്ങളൊന്നും നടക്കുന്നത്, ഞാനാണ് കാര്യം നടത്തുന്നത്. അത് ശരിക്കും ബോധ്യപ്പെടുത്തണം മൂസാ നബിനെ. കാരണം ആരടുത്തേക്കാ പറഞ്ഞേക്കേണ്ടത്? ആരടുത്തേക്കാ പറഞ്ഞേക്കേണ്ടത്? ഫിറൗൻ ആരാ? സാധാരണ രാജാവാണോ? അന റബ്ബുക്കുമുൽ, ഞാനാ പടച്ചോന്ന് പറഞ്ഞ ആളാണ്. പോരാ, അതിനെ എതിർക്കുന്ന ആളുകളുടെ കൈകാലുകൾ എന്ത് ചെയ്തിരുന്നു? വിഭിന്നമായി മുറിച്ചിരുന്നു ആ മനുഷ്യൻ. വലത് കൈ മുറിച്ചാൽ ഇടത് കാൽ മുറിക്കും. എന്നിട്ട് പച്ച മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊന്ന ഫിറൗൻ, ആ ഫിറൗന്റെ അടുത്തേക്ക് പോകണം. മാത്രമല്ല മൂസ അലൈഹി സ്വലാമൊക്കെ അവിടെ എന്തുണ്ട്? അവിടെ ഒരു ചാർജ് ഷീറ്റ് ഉണ്ട്. എന്താ ചാർജ് ഷീറ്റ്? ഒരാളെ കൊന്നിട്ടാണ് എന്ത് ചെയ്തത്? അവിടുന്ന് പോകുന്നത്. മാത്രമല്ല ഈ ഫിറൗന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ ഫിറൗൻ വെറുതെ വിടുക. കാരണം അവിടെ കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയ ആളാണ് ആര്? വള്ളി ടൗസർ വിട്ട് അവിടെ നടന്ന ആളാണ് മൂസാ നബി. പിൽക്കാലത്ത് ഞാൻ പ്രവാചകനാന്ന് പറഞ്ഞു വരുന്നേ. അപ്പൊ അത് ആ ഫിറൗന്റെ മുമ്പിലേക്ക് ചെല്ലണമെങ്കിൽ കുറച്ചെന്ത് വേണം? മനക്കരുത്ത് വേണം. ആ തവക്കുല് നന്നായിട്ട് വേണം. ആ തവക്കുല് ഇങ്ങനെ കൃത്യമായിട്ടാണ് ഉണ്ടാക്കുകയാണ്. അപ്പൊ മൂസാ നബിയോട് പോകാൻ വേണ്ടി പറഞ്ഞു അല്ലെ? പോകാൻ പറഞ്ഞപ്പോ മൂസാ നബി ഇങ്ങനെ ചൊറിയുണ്ട്, തലയൊരിന്റെ രംഗമൊക്കെ ഉണ്ട് സൂറത്ത് ഷുആറയിൽ. എന്താ ചൊറിയ? ഓലിന്നെ കൊല്ലുന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്, എനിക്കെതിരെ കുറ്റമുണ്ട് അവരുടെ അടുക്കല്. അപ്പൊ എന്താ പറഞ്ഞത്? അള്ളാഹ് എന്താ പറഞ്ഞത്? ഇനി മഴക്കുമ അസ്മാവ് മാറാ, നിങ്ങളെ രണ്ടാളും ഒപ്പം ഞാൻ ഉണ്ടാവും, ഞാൻ കാര്യങ്ങൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട്, പോണെന്ന്. അപ്പൊ വീണ്ടും മൂസാ നബിയിലെ റബ്ബിശ്റഹ്ലി സ്വദരി, ആ പ്രാർത്ഥന. അപ്പൊ അവിടെ റബ്ബിശ്റഹ്ലി സ്വദരി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജഅൽനി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി ഉശ്ദുദ് ബിഹി അസ്രി വഅശ്രിക്ഹു ഫി അംരി. 8 പ്രാർത്ഥനയാണ് മൂസാ അലൈഹി സ്വലാം അവിടെ നടത്തുന്നത്. 8 പ്രാർത്ഥന ഉണ്ട് തുടങ്ങിയിട്ട്. എന്നിട്ട് വാശി എന്തിനാണ് ലക്ഷ്യം പറഞ്ഞു? കൈ നുസബിഹക കസീറ വനദുകുറക കസീറ. അള്ളാന്റെ മറുപടി എന്താ? എന്തായിരുന്നു മറുപടി? പറഞ്ഞോളി, മറുപടി എന്തായിരുന്നു? ഊതീത സുഅലക യാ മൂസ, ചോദിച്ചതൊക്കെ തന്നു മൂസ. ഒറ്റയടിക്ക 8 കാര്യങ്ങളാണ് ചോദിച്ചത്. ചോദിച്ചത് മുഴുവൻ തന്നു യാ മൂസ. അവിടെ നിർത്തി അള്ളാഹ്? നിർത്തിയില്ല. എന്നിട്ട് ഓർമ്മപ്പെടുത്തി, വലക്കത് മനന്ന അലൈക്ക മറത്തൻ ഉഹ്റ, മുമ്പും ഞാൻ നിനക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അനുഗ്രഹം നൽകിയിട്ടുണ്ട് കേട്ടോ. അത് എപ്പോഴാ? ഇത് എപ്പോഴാ? നിന്റെ ഡെലിവറിയുടെ സമയം. അതാണ് ഓർമ്മപ്പെടുത്തുകയാണ്. വലക്കത് മനന്ന അലൈക്ക മറത്തൻ ഉഹ്റ എന്ന് പറഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞു. എന്നിട്ട് നിന്റെ ഉമ്മാക്ക് ഞാൻ വഹി ഇത് ഔഹൈനയില ഉമ്മിക്കമായുഹ അനിഖ്ദി ഫിഹി ഫിത്താബൂത്ത് ഫഖ്ദി ഫിഹി ഫിൽ യം ഫൽയുൽഖിഹിൽ യം ബിസായിൽ യഖുദുഹു അദുവുല്ലി വഅദുവുൽ ലഹു എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ മൂപ്പര മൂസാ നബിന്റെ താത്ത ഇങ്ങനെ ഇത് തംശി ഉഖ്തുക ഫതഖൂലു ഹൽ അദുല്ലുക്കും അലാ മൻ യക്ഫുലു. താത്ത ഇങ്ങനെ കൊട്ടാരത്തിൽ പോയി ചോദിച്ച ചോദ്യം വരെ മൂസാ നബിന്റെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അല്ലാഹ്. ഇപ്പൊ മാത്രല്ല, മുമ്പും ഞാൻ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അനുഗ്രഹം ചൊല്ലിയിട്ടുണ്ട്. എന്നിട്ട് നോക്കുക, ആ മൂസാ നബി ആ രീതിയിൽ പാകപ്പെടുത്തിയിട്ടാണ് പറയുന്നത്, നിന്റെ സമൂഹത്തെ നീ ഇരുട്ടിൽ നിന്ന് എന്ത് ചെയ്യണം? വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നീ എന്ത് ചെയ്യണം? പോണം. അഥവാ ഇസ്രായേലിയർ ആരുടെ അടിമകളായി കഴിയുകയാണ്?
കിബുത്തികളുടെ അടിമകളാണ് അവർ, ഇസ്രായേലിയർ. കോപ്റ്റ് വംശജനാണ് ഫിറഔൻ. ആ കിബുത്തികളുടെ അടിമകളായി ഫിറഔനിനെ ആരാധിച്ച് ജീവിക്കുന്നവരാണ് അവർ. അപ്പൊ ആ ഫിറഔനിനെ ആരാധിച്ചു ജീവിക്കുന്നതിൽ നിന്ന്, ആ ലുലുമാത്തിൽ നിന്ന് യഥാർത്ഥ തൗഹീദിന്റെ നൂറിലേക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? നീ അവരെ കൊണ്ടുവരേണ്ടതുണ്ട്. അതാണ് പോരാ. വദക്കിറുഹും, നീ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ബി അയ്യാമില്ല, അള്ളാഹുവിന്റെ ദിനങ്ങളെ കുറിച്ച്. അയ്യാമ്, ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ ചരിത്രം ബോധ്യപ്പെടുത്തി കൊടുക്കണം നീ അവർക്ക്. ചരിത്രം എന്തിനാ ചരിത്രം പഠിക്കണത്? പാഠം ഉൾക്കൊള്ളാനാണ്. ചരിത്രത്തെ തമസ്കരിക്കുകയാണ് ഫാഷിസ്റ്റുകൾ ചെയ്യാറുള്ളത്. എന്താ കാരണം? ചരിത്രം പഠിച്ചാൽ ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടും. അപ്പൊ കാര്യം ബോധ്യപ്പെടാതിരിക്കാൻ വേണ്ടി ചരിത്രത്തെ തമസ്കരിക്കും ആര്? ഫാഷിസ്റ്റുകൾ. ആലോചിച്ച് നോക്ക് അല്ലെ. ഇപ്പൊ ഗോഡ്സെ ഏകദേശം ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ രാഷ്ട്രപിതാവിന്റെ സ്ഥാനത്തേക്ക് വരും അല്ലെ. തൊഴിലുറപ്പ് പദ്ധതി എന്ത് ചെയ്തിട്ടുണ്ട്? ഗാന്ധിനെ മാറ്റിയിട്ടുണ്ട്. ഇനിയോ അവിടെ വേറെ ഏതോ രാംജി റാവു ഒറ്റയാണ് വന്നിട്ടുള്ളത്. ഇനി അതങ്ങനെ പടിപടിയായിട്ട് എന്ത് ചെയ്യും? അങ്ങനെ മറച്ചിട്ട്, ചരിത്രത്തെ മറച്ചിട്ട് പലതും അല്ലെ മാറ്റിക്കൊണ്ടുവരും. ഈ വന്ദേ ഭാരത് നൽകിയിട്ട് എന്താ പറഞ്ഞത്? ഓ അപ്പൊ മോഡി പുതിയ തലമുറക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഓ മോഡി വന്ദേ ഭാരത് നൽകിയില്ലേ. ഇനിയിപ്പോ മറ്റേ ട്രെയിൻ എന്താണ്? ഹൈസ്പീഡ് ട്രെയിനൊക്കെ അതൊക്കെ മൂപ്പരാണ് തന്നത്. അപ്പൊ മുമ്പുണ്ടായിരുന്ന ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു അല്ലെ? 10-60 സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ നെഹ്റുവിന്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ മൂപ്പര് വിറ്റു. 2 ആള് വിറ്റു, 2 ആള് വാങ്ങി. വിൽക്കണം. ഒന്നും പൊതുമേഖലാ സ്ഥാപനം ഒരു ചുക്കും വരെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ 10-14 കൊല്ലമായാലും അവർ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ചുക്കും പൊതുമേഖലാ സ്ഥാപനം ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയത് മുഴുവൻ വിൽക്കുകയാണ്. ഇന്ദിരാഗാന്ധിന്റെ കാലഘട്ടത്തിൽ കുറച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, അതും വിറ്റു. ഒക്കെ 2 ഗുജറാത്തികൾ കൂടിയിട്ട് വിൽക്കുക, 2 ഗുജറാത്തികൾ കൂടിയിട്ട് എന്ത് ചെയ്യുക? വാങ്ങുക. ഇപ്പത്തെ കരാറുണ്ടല്ലേ, നാട്ടുകാരും അറിയില്ല, മന്ത്രിസഭയും അറിയില്ല, ട്രംപാണ്ട് പ്രഖ്യാപിക്കല്ലേ, ഞാൻ കരാറുണ്ടാക്കിയിട്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്തോളണം? അത് അംഗീകരിച്ചോളണം. ഞാൻ അംഗീകരിച്ചു. എന്തേ അത് അംഗീകരിക്കാൻ? ഞാൻ ചില പ്രശ്നങ്ങൾ വേറെ വരാനുണ്ട്. അഡാനിക്കെതിരെ അമേരിക്കയിൽ കേസുണ്ട്. ആ കേസ് ഒതുക്കണമെങ്കിൽ ഇവിടെ മൂപ്പരെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല? ഒതുക്കാൻ പറ്റൂല. അപ്പോ ഞാൻ ഉണ്ടാക്കിയ കരാറ് അത് 18% തിരിവ നിങ്ങൾക്ക് കിട്ടാം. ഇങ്ങളെ സാധനത്തിന് 18% തിരിവ, ഇന്റെ സാധനത്തിനോ 0% തിരിവ. ബുദ്ധിയുള്ളവര് മനസ്സിലാക്കുക, കരാർ എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ആണ് കയറ്റി വെച്ചാൽ 18% തിരിവ അമേരിക്ക അതിനെന്ത് ചെയ്യും? ഏർപ്പെടുത്തും. അമേരിക്കന്റെ സാധനം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇവിടെ 0% തിരിവ എന്ത് ചെയ്യാൻ പാടില്ല? തിരിവ കൂട്ടാൻ പാടില്ല. അപ്പൊ അതിന് വില കൂടും തിരിവ കൂട്ടുമ്പോ. അപ്പൊ ആൾക്കാർ വാങ്ങൂല. അപ്പൊ ഞങ്ങളെ സാധനങ്ങൾ എന്ത് ചെയ്യണം? വാങ്ങണം. ഇതാണ് കരാറ്. അപ്പൊ അവിടെ കരാറുണ്ടാക്കി അല്ലെ. പുതിയ നരവനയുടെ പുതിയ കണ്ടെത്തലുണ്ട് അല്ലെ. 10 മണിക്കൂറിലധികം എന്താ ചെയ്യേണ്ടതെന്ന് ഞാനിങ്ങനെ പ്രധാനമന്ത്രിനെ വിളിച്ചു, രാജ്യരക്ഷാ മന്ത്രിനെ വിളിച്ചു, വിപിൻ റാവത്തിനെ വിളിച്ചു, അജിത് ഡോവലിനെ വിളിച്ചു, മാറി മാറി വിളിച്ചു. ഇന്ത്യയുടെ ഭാഗത്തേക്ക് ചൈന വരുന്നു, ടാങ്കുകൾ വരികയാണ്. ഏകദേശം 1 കിലോമീറ്റർ തിരിച്ചടിക്കണമെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മറുപടി കിട്ടണം. 10 മണിക്കൂർ സമയം വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തില്ലാന്നാ പറഞ്ഞത്? ഉത്തരം കിട്ടിയില്ല. അവസാനം എല്ലാ 7-14 കഴിഞ്ഞതിന് ശേഷം എന്ത് പറഞ്ഞു? അത് സൈന്യത്തിന് തോന്നിയേ ചെയ്തോളി, അത് സൈനികമായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും. ആലോചിച്ചു. ഇവരാണ് ഏറ്റവും വലിയ സ്നേഹികൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്? ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ രാജ്യദ്രോഹം പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഓരോ കൂട്ടിലടക്കും. ഇവരാണ് ഇത്ര ഏറ്റവും വലിയ രാജ്യം. അപ്പൊ ചരിത്രത്തെ എന്ത് ചെയ്യുക? തമസ്കരിക്കുക. അപ്പൊ ചരിത്രത്തെ തമസ്കരിക്കുന്നത് ഫാഷിസ്റ്റുകളുടെ തന്ത്രമാണ്. അപ്പൊ അത് തന്നെയാണ് ഫിറൗനും എന്ത് ചെയ്തിട്ടുള്ളത്? ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാനാണ് റബ്ബുക്കുമുൽ ആല. ഇതേ നാട്ടുകാർക്ക് അറിയുള്ളൂ. അപ്പൊ അതല്ല പറയേണ്ടത്. ഈ ഫിറൗനിന്റെ മുമ്പ് ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ചരിത്രങ്ങളൊക്കെ അയ്യാമുള്ള അള്ളാഹുവിന്റെ ദിനങ്ങൾ അഥവാ കഴിഞ്ഞു പോയ സമൂഹങ്ങളുടെ ചരിത്രങ്ങൾ, റബ്ബിന്റെ കൽപ്പനക്കെതിരായി അവർ നീങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നീ എന്ത് ചെയ്യണം? ചരിത്രം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമ്പോൾ എത്രത്തോളം ജാഹിലിയത്ത് അറിയാത്ത ആൾക്ക് എന്ത് ചെയ്യൂല? ഇസ്ലാമിന്റെ വില അറിയില്ല എന്നാണ്.
ജാഹിലിയത്ത് അറിയാത്ത ആൾക്ക് ഇസ്ലാമിന്റെ ബലം അറിയില്ല. അപ്പം ജാഹിലിയത്ത് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വരുന്നതിന്റെ മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. എന്നാലേ പുതിയ തലമുറക്ക് എന്ത് ചെയ്യുള്ളൂ. അതൊക്കെ എപ്പോഴും പറയണോ? അന്നിപ്പോ എഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് എന്ന് പറഞ്ഞു, അല്ലെ? ഇങ്ങനെ പലതും ഒരു പറഞ്ഞിട്ടുണ്ടെന്ന്. ഇപ്പോഴും നമ്മളെക്കാട്ടിലും മുന്നിൽ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ ഈ പ്രസ്ഥാനത്തിന്റെ മികവ് അറിയണമെങ്കിൽ ആ ചരിത്രം എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. അപ്പോഴേ ഈ പ്രസ്ഥാനത്തിന്റെ മികവ് അറിയുള്ളൂ. ഇല്ലെങ്കിലോ പുതിയ തലമുറ എന്താ മനസ്സിലാക്കുക? ഓല് കുനിയയിൽ നടത്തുന്ന സമ്മേളനം എന്താണ്? ആ സമ്മേളനം എന്താണ്? അവിടുത്തെ എക്സ്പോ, അല്ലെ? മാറി പെണ്ണ് പഠിക്കാൻ പാടില്ല, മലയാളം പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ പെണ്ണുങ്ങൾക്ക് എക്സ്പോ നടത്താൻ തുടങ്ങി. ഓല് തുറന്നു കൊടുത്തു സ്ത്രീകൾക്ക് മാത്രമായിട്ട് 2 ദിവസം, അല്ലെ? അപ്പൊ ആ പഴയ ചരിത്രം പറഞ്ഞാലേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇപ്പത്തെ MSMന്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യുള്ളൂ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മികവ് എന്താണെന്ന് പറയാൻ അറിയുള്ളൂ. ഇല്ലെങ്കിൽ എന്താ, ഇതിനെക്കാട്ടിലൊക്കെ മെച്ചതാണ് എന്ന് അവർ വിചാരിക്കുക. കാരണം അവർക്ക് ചരിത്രം അറിയില്ല. അപ്പൊ ചരിത്രത്തെ തമസ്കരിക്കാതെ ചരിത്രം നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അയ്യാമുള്ള പറഞ്ഞു കൊടുക്കണമെന്ന്. നീ അവരെ ഓർമ്മപ്പെടുത്തണം. ബി അയ്യാമില്ല. അപ്പൊ ഇതുപോലെ ഫിറൗനിനെ പോലെ നമ്രൂദ് മുമ്പുണ്ടായിരുന്നു. നമ്രൂദിന്റെ ചരിത്രം പറഞ്ഞു കൊടുത്തോളാം. ഇബ്രാഹിമിന്റെ കാലഘട്ടത്തിൽ, അതിന്റെ മുമ്പ് നൂഹ് അലൈഹിസ്സലാമയുണ്ട്, അവരുടെ ചരിത്രം പറഞ്ഞു കൊടുത്തേണ്ടതുണ്ട്. അപ്പം മുമ്പ് കഴിഞ്ഞു പോയ ചരിത്രങ്ങളിലൂടെ അള്ളാഹുവിന്റെ നടപടിക്രമം എന്താണ് എന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്? അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ആ ചരിത്രങ്ങളൊക്കെ ബോധ്യപ്പെടുമ്പോ ഇന്ന ഫീ ദാലിക, തീർച്ചയായും ചരിത്രങ്ങളിലുണ്ട്, അതിലുണ്ട് ലായാത്തിൻ, തെളിവുകളുണ്ട്, ലിക്കുല്ലി സ്വബ്ബാരിൻ ശകൂർ, ലിക്കുല്ലി സ്വബ്ബാരിൻ, അങ്ങേറ്റം ക്ഷമ കൈക്കൊള്ളുന്ന എല്ലാവർക്കും, ഷക്കൂർ, അങ്ങേറ്റം നന്ദി കാണിക്കുന്ന എല്ലാവർക്കും അതിലെന്തുണ്ട് എന്നാ പറഞ്ഞത്? തെളിവുണ്ട്. അപ്പൊ ചരിത്രം പറഞ്ഞ തെളിവുണ്ടാവും. അപ്പൊ നമ്മളുടെ പ്രസ്ഥാനത്തിന്റെ മികവെന്താണ്, അല്ലെ? ചാലിലകത്ത് കുഞ്ഞഹമ്മദാജിയാണ് മദ്രസ പ്രസ്ഥാനം തുടങ്ങിയത്. ആ മദ്രസ ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി വാഴക്കാട് തുടങ്ങുമ്പോൾ അന്ന് മദ്രസയിൽ കെമിസ്ട്രി പഠിപ്പിച്ചിരുന്നു, ഫിസിക്സ് പഠിപ്പിച്ചിരുന്നു, മാത്സ് പഠിപ്പിച്ചിരുന്നു, അതുപോലെ തന്നെ ഗോളശാസ്ത്രം പഠിപ്പിച്ചിരുന്നു എന്നതാണ് ചരിത്രം. അപ്പൊ അന്ന് നമ്മളെ സമസ്തന്റെ ആൾക്കാരെന്തേ പറഞ്ഞിരുന്നത്? അന്ന് ഒരു പാട്ട് പാടി, ഒരു കാലത്തുമില്ലാത്ത ജാലിൽ ബാനീന മദ്രസ ബയ്യില്ലാത്ത അല്ലമൂന, മദ്രസയുടെ അവ്വലിലെ മീമ് ജഹന്നമിന്റെ ആഖിറത്തെ മീമ, അറിവാളൻ ഇബ്നു തൈമിയ പണ്ട് ദീനിൽ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടടി. ഇതിപ്പത്തെ കുട്ടികൾക്ക് അതൊക്കെ ഇപ്പൊ പറയണോ? ഓല് ഇപ്പൊ നമ്മളെക്കാട്ടിലും കൂടുതൽ മദ്രസ അല്ലേ നമ്മൾ ചോദിക്കും. ശരിയാണ്. പക്ഷെ ഓല് എങ്ങനെ ഇങ്ങോട്ട് മാറിയത്? ഓല് ഇങ്ങോട്ട് എങ്ങനെ മാറിയത്? അത് ഈ പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾ പ്രവർത്തിച്ചത് കൊണ്ടാണ്, അല്ലെ? മദ്രസ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ ഒരു പാട്ടടി. ഒരു കാലത്തും മലയാളമാണ്, ലാ തെജാൽ അറബിയാണ്, നിങ്ങൾ പറഞ്ഞേക്കരുത്. ബനീന അറബിയാണ്, മക്കളെ. മദ്രസ ബയ്യിൽ യതഅല്ലമൂന, മദ്രസന്റെ വഴിയിൽ കൂടെ എന്ത് ചെയ്യരുത്? പറഞ്ഞേക്കരുത്, പഠിക്കാൻ പറഞ്ഞേക്കരുത്. കാരണം എന്താ? മദ്രസയുടെ അവലിലെ മീമ്. അപ്പൊ മദ്രസ എന്ന് എഴുതുമ്പോ അതിന്റെ ആദ്യത്തിൽ ഒരു മീമുണ്ട്. ജഹന്നമിന്റെ ആഖിറത്തെ മീമാണ്, നരകത്തിന്റെ അവസാനത്തെ മീമ. അഥവാ മദ്രസയിൽ പോയാൽ എന്ത് ചെയ്യും? നരകത്തിലേക്ക് എത്തും. അറിവാളൻ ഇബ്നു തൈമിയ പണ്ട്, ഇബ്നു തൈമിയ എന്ന് പറയുന്ന ആ പരിഷ്കർത്താവാണ് ഇങ്ങനെയുള്ള മദ്രസ പ്രസ്ഥാനമൊക്കെ തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട് പാട്ടുപാടി. ഇതിപ്പോ നമ്മളെ ഒരു കുട്ടിക്കും അറിയില്ല, ഒരു MSമാരനും അറിയില്ല, ഒരു 25 വയസ്സ് 30 വയസ്സുള്ള ആൾക്കൊന്നും അറിയില്ലത് ഇങ്ങനെ. അപ്പൊ ഈ ചരിത്രം പഠിപ്പിച്ചു കൊടുത്താൽ എന്ത് ചെയ്യുള്ളൂ? അതിൽ തെളിവുണ്ടില്ല ആയാത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ മികവ്. അപ്പൊ മൂസ അലൈഹി സ്വലാമിനോട് പറയാണ്, നീ മുൻഗാമികളുടെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം. ഫിറൗനിനെ പോലെ അതിനേക്കാൾ ശക്തനായ പലരും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹ് അവനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പിടികൂടിയിട്ടുണ്ട്. വിശ്വാസി സമൂഹത്തെ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? സംരക്ഷിച്ചിട്ടുണ്ട്. അത് നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം അതിൽ തെളിവുകളുണ്ട്. സ്വബ്ബാർ, അങ്ങേറ്റം ക്ഷമ കൈക്കൊള്ളുന്ന, അങ്ങേറ്റം നന്ദി കാണിക്കുന്ന ആളുകൾക്ക് അതിൽ തെളിവുണ്ട്. അപ്പൊ ചരിത്രം പറഞ്ഞു കൊടുക്കണം നമ്മളും. ഖുർആന്റെ ആവശ്യമാണ്, അള്ളാന്റെ ആവശ്യമാണ്. എന്ത്? അയ്യാമുള്ള, അള്ളാഹുവിന്റെ ആ ദിനങ്ങളെ കുറിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്? പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, അല്ലെ? പണ്ട് മുൻഗാമികൾ അലവി മൗലവി എങ്ങനെ വാങ്ങുന്നു കഴിഞ്ഞത്, അതുപോലെ തന്നെ സലാം മൗലവി എങ്ങനെയാണ് സമൂഹത്തിൽ പരിഷ്കരണം ഉണ്ടാക്കിയത്? രണ്ടത്താണി സെയ്ദ് മൗലവി, നമ്മളെ കുട്ടിയൊക്കെ അറിയാം. രണ്ടത്താണി സെയ്ദ് മൗലവി, അല്ലെ? എന്ത് കേക്കോ, അല്ലെ? രണ്ടത്താണി സെയ്ദ് മൗലവിയെ പിന്നെ മാലപ്പടക്കട്ട്, അല്ലെ?
കഴുത്തിലിട്ടിട്ട് പൊട്ടിച്ചു. പടക്കം കെട്ടിക്കൂട്ടിട്ട് കഴുത്തിലിട്ടിട്ട് പൊട്ടിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. അലവി മൗലവിയെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ പൂനൂര് അബൂബക്കറാജിയെ ബോംബെറിഞ്ഞ് കൊന്നിട്ടുണ്ട്. അതിലൊരു പ്രതിയാണ് ഇപ്പത്തെ കാന്തപുരം ഉസ്താദ്. നമ്മളെ നമുക്കറിയാം. ഇപ്പം ഇയാള് ഗ്രാൻഡ് മുഫ്തിയാണ്. ആര്? കൊലപാതകത്തിൽ ഒരു പ്രതിയായിട്ടുള്ള ആളാണ് ഗ്രാൻഡ് മുഫ്തി. അങ്ങനെ പലതും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ ചരിത്രമുണ്ട്. ആ ചരിത്രം പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികൾ വിചാരിക്കും ഇപ്പം എന്താണ് ഈ തൊപ്പിയൊക്കെ ഇട്ട് താടി നീട്ടി ഇതിങ്ങനെ നടക്കുന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം. അല്ല, മുജാഹിദ് പ്രസ്ഥാനം അതല്ല. മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്. ലീഗിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? മുസ്ലിം ലീഗിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് അബ്ദുസലാം മൗലവി, NV അബ്ദുസലാം മൗലവി ആയിരുന്നു അല്ലെ? ലീഗിന്റെ വലിയ പ്രാസംഗികനായിരുന്നു KC അബൂബക്കർ മൗലവി. അപ്പൊ ആലോചിച്ച് നോക്ക് നിങ്ങൾ. PPO അബ്ദുൽ ഗഫൂർ മൗലവി. പക്ഷെ ഓർക്കൊന്നും MLA ആവാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ വേറെ ആൾക്കാരുണ്ട്. ആരായിരുന്നു? സീതി സാഹിബ് ചെയ്തിട്ടുള്ള പരിവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ CH. അങ്ങനെ ഓരോരുത്തർ ചരിത്രം എടുത്തു നോക്കും നിങ്ങൾ. ആ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അതുപോലെ തന്നെ അഖിലേന്ത്യാ തലത്തിലേക്ക് വരികയാണെങ്കിൽ കായിക മില്ലത്തുണ്ട്, അലി സഹോദരന്മാരുണ്ട്, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഉണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഒക്കെ തുടങ്ങാൻ വേണ്ടി അദ്ദേഹം പിരിവിനിറങ്ങിയപ്പം ചീമുട്ട കൊണ്ട് എറിഞ്ഞു എന്നാണ്. വേറെ ചിലർ ചെരുപ്പെടുത്ത് എറിഞ്ഞു. അപ്പൊ ചെരുപ്പെടുത്ത് ഉയർത്തി കാട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു എന്നാ സർ സയ്യിദ്, ഇത് എന്റെ സഹോദരൻ ഞാൻ തുടങ്ങാൻ പോകുന്ന സ്ഥാപനത്തിലേക്ക് സംഭാവന തന്നതാണ്. ഒക്കെ ചരിത്രമുണ്ട്. ഈ ചരിത്രം കൗമുനറിയാം, നമ്മളെ കൗമുനറിയാം, കുട്ടികൾക്ക് അറിയാം. നമ്മളെ കുട്ടികൾക്ക് എന്താ ബ്രോസ്റ്റ് തിന്നണത് അറിയല്ലേ? അതുപോലെ തന്നെ എന്താണ് വേറെ എന്തെങ്കിലുമൊക്കെ അതൊക്കെ അറിയുള്ളൂ. അതല്ല ചരിത്രം. ഈ സമൂഹം എങ്ങനെയാണ് വളർന്നു വന്നത്? കേരളം 1920കളിൽ കേരളം എന്തായിരുന്നു? യത്തീംഖാന എപ്പോഴാണ് തുടങ്ങുന്നത്? ചരിത്രം അറിയാം. നമ്മുടെ സമൂഹത്തിന് കോളറ ബാധിച്ചു, ബ്രിട്ടീഷുകാരുടെ അക്രമം അല്ലെ? മുസ്ലിം സമൂഹം വാപ്പില്ലാത്ത ഒരുപാട് മക്കൾ റോട്ടിൽ വരെ മരിച്ചു കിടക്കുന്ന മയ്യത്തിൽ നിന്ന് പാല് കുടിക്കുന്ന മക്കളൊക്കെ കണ്ടപ്പോഴാണ് യത്തീംഖാന തുടങ്ങുന്നതിനെ കുറിച്ച് എന്ത് ചെയ്തത്? ബോധമുണ്ടായത്. അങ്ങനെയാണ് തിരുവങ്ങാടി യത്തീംഖാനൊക്കെ തുടങ്ങുന്നത്. അതിന്റെ മുമ്പ് വേറെ ചില നായന്മാരൊക്കെ കുറച്ച് കുട്ടികളൊക്കെ കൊണ്ടുപോയി പഠിപ്പിച്ചിരുന്നു. അവരുടെ അടുക്കൽ നിന്നൊക്കെ ആ കുട്ടികളൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് പഞ്ചാബിൽ നിന്ന് വന്നിട്ടുള്ള ചില ആളുകൾ JDTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ നടത്തിയിട്ടുണ്ട്. ഈ സമൂഹം നടത്തിയത് കൊണ്ടാണ് എന്ത് ചെയ്തത്? നേതാക്കന്മാർ നടത്തിയത് കൊണ്ടാണ് ഇന്ന് അനുഭവിക്കുന്നത്. മാറ്റം വന്നെങ്ങനെ? 1970കളിലാണ് എങ്ങോട്ട് പോകാൻ തുടങ്ങിയത്? ഇവിടുന്ന് ഗൾഫിൽ പോകാൻ തുടങ്ങിയത്. എങ്ങനെ? ചവിട്ടിക്കയറ്റലാണ്. കപ്പലിലെ പോയില്ലേ? ഇന്ന് കരിപ്പൂരിനാണ് കയറി പോണ മാതിരി കയറാൻ പറ്റൂല. കള്ളക്കപ്പൽ കയറിയിട്ടാണ് പോകല്. ഇപ്പൊ AP ബാബാജി ഉണ്ട്. AP ബാബാജി, ഞാൻ അദ്ദേഹമായിട്ട് ഇങ്ങനെ ഒരിക്കൽ സംസാരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഇത് എഴുതിയും ചെയ്തിരുന്നു ആരോ ഷബാബില്. അദ്ദേഹം പറഞ്ഞാണ് കള്ളക്കപ്പൽ കയറിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഗൾഫിലേക്ക് പോകുന്നത്. എന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് കിട്ടിയ ജോലികളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യം ചെയ്തത് നല്ലൊരു കുപ്പായം വാങ്ങിയിട്ടു എന്നാ. കാരണം കുപ്പായനുള്ള പൂതി കൊണ്ട് നല്ലൊരു കുപ്പായം വാങ്ങിയിട്ടിട്ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മളുടെ വല്യപ്പന്മാരൊക്കെ ഗൾഫിൽ പോയി കൊണ്ടുവന്ന അതുകൊണ്ടാണ് നമ്മളിപ്പോ എന്ത് ചെയ്തത്? ഇങ്ങനെയൊക്കെ വളർന്നു വന്നത്. ഈ ചരിത്രം നമ്മളെ തലമുറക്ക് അറിയില്ല, പറഞ്ഞു കൊടുക്കണം. അതിൽ തെളിവുണ്ട്. അപ്പൊ മൂസാ അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറയാ, അള്ളാഹുവിന്റെ അയ്യാമുകളെ കുറിച്ച്, ദിനങ്ങളെ കുറിച്ച് ആ ചരിത്രത്തെ നീ അവരെ ഓർമ്മിപ്പിക്കണം. കാരണം ആ സമൂഹത്തിന് ബോധം വരണമെങ്കിൽ അതിന് തെളിവുണ്ട്. സ്വബ്ബാറും ശക്കൂർ. കാരണം അവരെ അടിച്ചമർത്തലിന് വിധേയമായി ജീവിക്കുന്ന ഒരു ടീമാണ്. അടിമകളാണ്. ആ അടിമകൾ ഇനി ഞങ്ങൾക്ക് യാതൊരു രക്ഷയില്ല. എന്നാൽ ഇതിനേക്കാൾ അടിമകളായി കഴിഞ്ഞവർ ചരിത്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കും പോയിട്ട്. ഇനിയോ ഇത് കാലം മൂസ അലൈഹി സ്വലാം തന്റെ സമൂഹത്തോട് പറഞ്ഞ സന്ദർഭം, അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർക്കണം. നിങ്ങൾ ഓർക്കണം. അള്ളാന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് അലൈക്കും, നിങ്ങളുടെ മേൽ. നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നമ്മള് ഇപ്പത്തെ മക്കളോടൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം ല്ലേ? ഒരു ചപ്പാത്തി പോലും രാവിലെ കിട്ടിയിരുന്നില്ല ഇപ്പത്തെ മക്കളോട് ല്ലേ? ഞാനൊക്കെ പറഞ്ഞു കോഴിക്കോട്ടേക്ക് നടന്നേനി പോയിഞ്ഞത് എന്ന് പറഞ്ഞു കൊടുത്താല് ഇപ്പത്തെ മക്കൾ എന്താ പറയാ? ഞങ്ങളാണ് നടന്നോളിയാറില്ലേ? ഞാൻ വണ്ടിക്കരാറ്. അത് എന്തിനാ പറഞ്ഞു കൊടുക്കണത്?
അത് പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പത്തെ മക്കളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറഞ്ഞു കൊടുക്കണം. അത് ചരിത്രമാണ്. ആ ചരിത്രം എന്ത് ചെയ്യരുത്? നീ വിസ്മരിക്കരുത്. അങ്ങനെയാണ് നമ്മൾ വന്നത്. ചിലപ്പോ ചരിത്രം ആവർത്തിക്കും, പഴയ അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും? തിരിച്ചു പോകേണ്ടി വരും അല്ലെ? ചക്കക്കുരു ഒക്കെ ആർക്കാ ചക്ക വേണ്ടത് അല്ലെ? ചക്കക്കുരു ഒക്കെ എന്ത് ചെയ്തിരുന്നത്? പിന്നെ ഈ വരമ്പിന്റെ സൈഡിൽ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുവെക്കല്ലേ? ഇങ്ങോട്ട് കർക്കിടക മാസത്തിൽ എടുത്തിട്ട് എന്ത് ചെയ്യും? അതാണ് കഴിച്ചിരുന്നത് പട്ടിണിയുള്ള കാലഘട്ടത്തിൽ അല്ലെ? വാട്ടപ്പൂളി ഉണക്കപ്പൂളി പരിചയമുണ്ട്. നമ്മളെ പൂളന്നെ പരിചയമില്ല നമ്മളെ കൗപ്പിലെ പുതിയ തലമുറക്ക്. പൂള ഉണക്കി വെക്കൂലേ? അത് പൊടിച്ചിട്ട് പത്തിരി ഉണ്ടാക്കും, വാട്ടി ഉണക്കിയിട്ട് അതോട് കൂട്ടാൻ വെക്കും. ഇത് തിന്നിട്ടാണ് എന്ത് ചെയ്യല്? പള്ളർക്കരി. ഒരു ചക്ക ഉണ്ടായാലും ദിവസം പോയി വെക്കും. എന്താ എന്നിട്ട് ചൂഴ്ന്ന് നോക്കും. എന്തിനാ ചൂഴ്ന്ന് നോക്കണേ? മൂപ്പായിണോന്ന് അറിയാൻ വേണ്ടി. എന്നാലും അത് ഇട്ട് കഴിഞ്ഞാൽ അയലക്കത്തൊക്കെ കൊടുക്കും. കാരണം പട്ടിണി മാറ്റാൻ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം ഈ സമൂഹത്തിന് കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന്. അപ്പൊ അത് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് കേട്ടിരിക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല അല്ലെ? അപ്പോ പിന്നെ ഒരു ഡ്രസ്സേ ഉണ്ടാവുള്ളൂ കേട്ടോ. എപ്പോഴാണ് അത് തിരുമ്പിയിട്ട് പുറത്ത് ചിക്കിയിട്ട് അത് ഉടങ്ങോളം എന്ത് ചെയ്യാണ്? ഈ മറന്റെ ഉള്ളിൽ ഇരിക്കുകയാണ് ഉമ്മിമാര്. പുറത്തിറങ്ങാൻ പറ്റൂലല്ലോ. ബ്ലൗസ് തിരുമ്പി പുറത്തിട്ടിട്ടുണ്ട്, ആ തുണി തിരുമ്പി പുറത്തിട്ടിട്ടുണ്ട്. അത് ഉണങ്ങിയിട്ട് വേണം ആ ഓല മെടഞ്ഞുണ്ടാക്കിയ കുളിമുറി എന്ത് ചെയ്യാന്? പുറത്തു വരാന്. അതിനെ കാത്തിരുന്നിരുന്നു അല്ലെ? കുളത്തിൽ ചാടാൻ പോയ അടുത്ത തുണി അലക്കിയിട്ടിട്ട് അവിടെ പുറത്ത് ചിക്കിയിട്ടാണ് പിന്നെ കുളത്തിലോ തോട്ടിലോ എന്ത് ചെയ്യല്? ചാടല്. കാരണം ചാടിക്കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്ത് ചെയ്യണം? ഈ തുണി ഉണങ്ങിയിരിക്കണം. കാരണം എന്താ? അവിടെ അലക്കാൻ കൊടുത്തിട്ട് വേറെ തുണി കൊണ്ടുവരാൻ വീട്ടിലുണ്ടായിരുന്നില്ല. അത്രയും വലിയ ദാരിദ്ര്യം നമ്മളുടെ വല്യാപ്പാര് എന്ത് ചെയ്തിട്ടുണ്ട്? സഹിച്ചിട്ടുണ്ട്. നമ്മളുടെ വല്യാപ്പാര് സഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ വാപ്പമാര്. പുതിയ തലമുറക്ക് ഈ നമ്മളെ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളെ വാപ്പന്മാര്, അതിന്റെ താഴെ നമ്മളെ പേരക്കുട്ടികളാണെങ്കിൽ അവരുടെ വല്യാപ്പാര് സഹിച്ചിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് അള്ള ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണ്ടേ? എവിടെ നിങ്ങൾ അടിമകളായിരുന്നു, കിബുത്തികളുടെ അടിമകളായിരുന്നു നിങ്ങൾ. എന്നിട്ട് അവിടുന്ന് ഇത് അഞ്ചാക്കും മിൻ ആലി ഫിറഔൻ, ഫിറഔനിന്റെ ഭരണത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? ബാങ്കുളിച്ചില്ലല്ലോ. ഇത് അഞ്ചാക്കും, അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തി. മിൻ ആലി ഫിറഔൻ, ആ ചരിത്രം അറിയാലോ. നിങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. നിങ്ങളെ അടിമകളായിരുന്നു, കിബുത്തികളുടെ അടിമകളായിരുന്നു നിങ്ങൾ. ആ അടിമകളായ ഇടത്തു നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നില്ലേ അല്ലെ? ഈ സമൂഹത്തിന് ഈ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു അല്ലെ? ജന്മി കുടിയാൻ വ്യവസ്ഥ അല്ലെ? മുസ്ലിം സമൂഹം മിക്കവാറും എന്തായിരുന്നു? ജന്മിമാരുടെ കുടിയാന്മാരായിരുന്നു അല്ലെ? ആ രീതിയിലായിരുന്നു മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ. പക്ഷെ അവിടെ നിന്നൊക്കെ വന്നു മാറി. എങ്ങനെ വന്നത്? പരിഷ്കരണങ്ങളൊക്കെ വന്നു. അപ്പം ഫിറഔനിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തി. അപ്പൊ ചരിത്രം പറഞ്ഞു കൊടുക്കാണ് ഇസ്രായേലിയർക്ക്. നിങ്ങളെ രക്ഷപ്പെടുത്തിയത് അള്ളയാണ്. അപ്പൊ ആ രീതിയൊക്കെ ഉണ്ട്, രക്ഷപ്പെടുത്തിയ രീതി. ആരാണ് അവൻ? യസൂമൂനക്കും സുവൽ അദാബ്, യസൂമൂനക്കും അവൻ നിങ്ങളെ അനുഭവിപ്പിച്ചിരുന്നു. യസൂമൂന അവർ, ആ ഫിറഔനും ടീമും നിങ്ങളെ അനുഭവിപ്പിച്ചിരുന്നു. എന്ത്? സുഅൽ അദാബ്, വളരെ മോശപ്പെട്ട ശിക്ഷ, അങ്ങേറ്റം മോശമായിട്ടുള്ള ശിക്ഷ. വലതു കൈ മുറിക്കുക, ഇടതുകാൽ മുറിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? പച്ച മനുഷ്യനെ തൂക്കിയിട്ട് കൊല്ലുക. അബ്നാക്കും, നിങ്ങളുടെ ആൺകുട്ടികളെ അവർ അറുകൊല നടത്തിയിരുന്നു. യുദബ്ബിഹൂന, റബഹ എന്ന് പറഞ്ഞാൽ അറുത്തു. യുദബ്ബിഹൂന, അവർ അറുത്തിരുന്നു. അബ്നാക്കും, നിങ്ങളുടെ ആൺകുട്ടികളെ അറുകൊല നടത്തിയിരുന്നു. ആ ഫിറഔനിൽ നിന്നാണ് കടൽ വിളർത്തി നിങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നത്. വയസ്തഹിയൂന നിസാക്കും, വയസ്തഹിയൂന ജീവിക്കാൻ അനുവദിച്ചിരുന്നു. നിസാഅക്കും, നിങ്ങളുടെ സ്ത്രീകളെ അവർ. വഫീദാലിക്കും, അതിൽ നിങ്ങൾക്കുണ്ട്. ബലാഉം മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പരീക്ഷണം. അദീം, വമ്പിച്ച പരീക്ഷണം ഉണ്ട്. എന്താ? രണ്ട് പരീക്ഷണം. നേരത്തെ കഠിനമായ ശിക്ഷക്ക് നിങ്ങളെ വിധേയമാക്കിയിടത്ത് നിന്ന് ഒരു മുതൽ മുടക്കൂല്ലാതെ, ഒരു ചെലവില്ലാതെ കടൽ പുലർത്തി അള്ള നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഓർത്തോളി, അതിൽ നിങ്ങൾക്ക് വലിയ പരീക്ഷണം ഉണ്ട്. അപ്പൊ എന്തിനാ ചരിത്രം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞേ? എന്തായിരുന്നു കൂട്ടരങ്ങളെ അവസ്ഥ? 800-കളിൽ, 1800-കളിൽ, ഇപ്പൊ നമ്മൾ 2000-ലാണ് അല്ലേ?
2000 കഴിഞ്ഞു ഇല്ലേ? 25, 2025 1921 അത് അതിന്റെ മുമ്പ് 800 മുസ്ലിങ്ങളെ ചുട്ടുകൊന്നിട്ടുണ്ട്. ഇവിടെ പോർച്ചുഗീസുകാർ വന്നിട്ട് ചുട്ടുകൊന്നിട്ടുണ്ട്. പോർച്ചുഗീസുകാർ മുസ്ലിങ്ങളെ നമ്മളെ പുതിയ തലമുറക്ക് അറിയോ? അന്നാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഉണ്ടായത്. അന്നാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയത്. എന്താ? പോർച്ചുഗീസുകാർക്കെതിരെ പോരാടൽ വിശ്വാസികളുടെ ബാധ്യതയാണ് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയിട്ട് സമരത്തിന് ആഹ്വാനം ചെയ്തു. അങ്ങനെയാണ് കുഞ്ഞാലി മരക്കാർമാരുണ്ടാവുന്നത് അല്ലെ? സാമൂതിരിക്കൊപ്പം കുഞ്ഞാലി മരക്കാർമാർ പോർച്ചുഗീസുകാരെ നേരിടാൻ നാവികസേനയുടെ നേതാവായിരുന്നു. ഇന്ത്യയുടെ ഒന്നാമത്തെ നാവിക കപ്പലിന്റെ പേരെന്താ? കേട്ടില്ല? INS കുഞ്ഞാലിയാണ്. നമ്മൾ എത്ര ആൾക്കാർക്ക് അറിയാം INS കുഞ്ഞാലി? എന്തേ? കുഞ്ഞാലി മരക്കാരന്മാരുടെ സ്മരണ കിട്ടതാണത്. അവസാനം ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞാലി മരക്കാരെ ഒറ്റിക്കൊടുത്തത് കൊണ്ടാണ്. അപ്പൊ ഈ ചരിത്രം പഠിപ്പിക്കും. അപ്പൊ തൗഫത്തുൽ മുജാഹിദീൻ ഇവിടെ അത് എന്താണ്ടായത്? മുസ്ലിം സമൂഹം. അതിന്റെ ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതാരാ? ഈ പറയപ്പെട്ട മോഡിയും ടീമും ഉണ്ടായി. ഒരു ടീമും ഇല്ല, ഓലൊന്നും ഉണ്ടായിട്ടില്ല. മുസ്ലിം അന്തമാനിലേക്ക് നാട് കടത്തിയത് ആരെയാണ് പറഞ്ഞത്? അല്ലെ? വാഗൻ ട്രാജഡി എന്താ നമ്മളെ തലമുറക്ക് അറിയോ? വാഗൻ ട്രാജഡി എന്താ? വാഗൻ ട്രാജഡി അല്ലെ? ഒരു ബോഗിയിൽ കൊള്ളാവുന്നതിലധികം ആളുകളെ കുത്തിക്കയറ്റിയിട്ട് തിരികൊട്ടൂല്ലേ? ഒരാണി പോന്ന സ്ഥലമുണ്ടായിരുന്നു വായു അടക്കാൻ ആ ബോഗിയിൽ. അതിൽ അകപ്പെട്ട് രക്ഷപ്പെട്ടവരുണ്ട്. മത്തി വരട്ടിയ മാതിരിയായിരുന്നു എന്നാ ആ ബോഗി തുറന്നപ്പോൾ. കാരണം അവിടെ വെച്ച് ശ്വാസം കിട്ടാൻ വേണ്ടി പിടിവലിയായിരുന്നു എന്ന്. കാരണം ആ മൂക്കൊന്ന് ആ ഓൾസിന്റെ അവിടെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തലമുറകളെ മുസ്ലിങ്ങളെയാണ് കൊണ്ടുപോയിക്കാണ്ട് വാഗൻ ട്രാജഡിയിലിട്ട് കൊന്നിട്ടുള്ളത്. മമ്പുറം തങ്ങൾ ആരാണ്? ആലി മുസ്ലിയാർ ആരാണ്? ഇത് നമ്മളെ തലമുറക്കറിയാം. എന്താ ആലി മുസ്ലിയാർ അല്ലെ? അങ്ങനെ എത്ര ചരിത്രങ്ങൾ നമ്മൾ. അപ്പൊ ആരായിരുന്നു മുസ്ലിം സമൂഹം നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് ഇവിടെ മൂസാ നബി പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ അങ്ങേറ്റം ശിക്ഷക്ക് വിധേയമായ ആളുകളായിരുന്നു. അവിടെ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അപ്പൊ ഇത്രയും അബലരായ പിന്നെ വാര്യംകുന്നത്താര ഫറോക്ക് പാലം കടക്കണമെങ്കിൽ വാര്യംകുന്നത്ത് കൊടുത്ത പാസ്പോർട്ട് വേണ്ടിയിരുന്നു ഒരു 6 മാസത്തോളം. ആ വാര്യംകുന്നത്ത് സ്വന്തം നോട്ടടിച്ച് വിതരണം ചെയ്തിരുന്നു. കോടതി നടത്തിയിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. എവിടെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി? എവിടെ? ഇന്നിപ്പോ ഇവിടെ അവിടെ പോയി നമ്മൾ ചാടി കളിച്ചു വാര്യംകുന്നത്ത്. ഇന്നത്തെ KSRTC സ്റ്റാൻഡ് നിൽക്കുന്നിടത്ത് നിന്ന് വെച്ചിട്ടാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിനെ എന്ത് ചെയ്തത്? വെടിവെച്ചു കൊന്നത്. ആർക്കറിയത്? അപ്പൊ KSRTC സ്റ്റാൻഡായി. കോട്ടക്കുന്നിന്റെ പ്രത്യേകത എന്താ? അവിടെ പോയി ചാടി കളിച്ചാല് സ്ഥലമായി. നമ്മളുടെ ചരിത്രം നമ്മൾ തന്നെ എന്ത് ചെയ്തു? തമസ്കരിച്ചു, നമ്മൾ മറന്നു അല്ലെ? പൂക്കോട്ടൂർ യുദ്ധഗേറ്റ് ഉണ്ട്. എന്താ അതിന്റെ ചരിത്രം? അങ്ങനെ പല ഏരിയയിലും അന്ന് ബ്രിട്ടീഷുകാരോടും പോരാടിയിട്ടുണ്ട് മാപ്പിളമാര്, വാര്യംകുന്നത്തിനെ പോലുള്ള ആളുകൾ. അതുപോലെ തന്നെ ഇവര് ഏറിയാടിലേക്ക് ഇവരൊക്കെ പോയത് എന്തുകൊണ്ടാണ്? മൗലവിയും അതുപോലെയുള്ള ടീമൊക്കെ ഏറിയാടിക്ക് കൊടുങ്ങല്ലൂർക്ക് പോകാൻ കാരണം എന്തായിരുന്നു? അതൊക്കെ ഈ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പൊ ഇത് നമുക്കറിയാം. അപ്പൊ നോക്ക്, ഫിറൗനിന്റെ അടുത്തേക്ക് പോകുമ്പോ ഇസ്രായേലിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ചരിത്രം പറഞ്ഞു കൊടുക്കവർക്ക്. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് എന്തുണ്ട് എന്നാ പറഞ്ഞത്? ബലാഉറബിക്കും. അത് വമ്പിച്ച പരീക്ഷണാട്ടോ ഈ അനുഗ്രഹം നിങ്ങൾക്ക് നൽകിയത്. ഒരൊറ്റ ആയത്ത് കൂടി വായിക്കാം. അതുകൊണ്ട് റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, നിങ്ങളോട് കൽപ്പിക്കുന്നു. എന്താ കൽപ്പിക്കുന്നത്? ലൈൻ ശക്കർത്തും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ലാസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരും. അപ്പൊ നിങ്ങൾ രക്ഷപ്പെടുത്തി നമ്മളെ മരുഭൂമിയിൽ കൊണ്ടുവന്നില്ലേ? മഞ്ഞും സെൽവിയില്ലേ? ഇഷ്ടം പോലെ തിന്നൂടെ? മഞ്ഞും സെൽവി ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലെ? മേഘം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തണലിട്ട് തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നിങ്ങൾ നന്ദി കാണിച്ചാൽ ലാസീദന്നക്കും, കൂട്ടിത്തരും അല്ല. വലയിൻ കഫർത്തും, നിങ്ങൾ നന്ദി കേട് കാണിക്കാൻ തയ്യാറായാൽ ഇന്നാദാബി ലശദീദ്, എന്റെ ശിക്ഷ അതികഠിനമാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ ഈ തന്തവൈബും തള്ളവൈബും ഒക്കെ പറയുന്ന നമ്മളെ മക്കളുണ്ടല്ലോ, ഓല വൈബാണ് ഓൽക്ക്. ഇതെന്ത് തന്തവൈബ്, ഇതെന്ത് തള്ളവൈബ് എന്നാണ് പറയല്. ആ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഈ ചരിത്രം പറഞ്ഞു കൊടുക്കണം. എന്തായിരുന്നു മുസ്ലിം സമൂഹം കേരളക്കരയിൽ, മലപ്പുറം ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ എന്തായിരുന്നു മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ? ആ മുസ്ലിം സമൂഹത്തിന് ഇങ്ങനത്തെ പുരോഗതി നൽകിയത് ഈ ഇസ്രായേലിയർക്ക് അള്ളാഹ് നൽകിയതുപോലെ അതിനേക്കാൾ വലിയ അനുഗ്രഹം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ
ലസീദന്നക്കും, കൂട്ടിത്തരും. നന്ദികേടാണ് കാണിക്കുന്നത് എങ്കിൽ ഇന്ന അദാബി ലശദീദ്, അള്ളാഹു പറഞ്ഞ ഇന്റെ ശിക്ഷ അതികഠിനമാണ് കേട്ടോ എന്ന്. അപ്പം ഈ രീതിയിലൊക്കെ പരിശുദ്ധ ഖുർആൻ വായിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായി. ഒരു കാലത്ത് അത് ഇല്ലായിരുന്നു. ഖുർആൻ ബോർഡിൽ എഴുതാൻ പാടില്ല എന്ന് മുസ്ലിം സമൂഹം പറഞ്ഞിരുന്നേ. കാരണം ഖുർആൻ ബോർഡിൽ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അത് വായിക്കുമ്പോ ആ പൊടി നിലത്ത് വീണാൽ എന്ത് ചെയ്യും, അതിൽ ചവിട്ടിയാൽ ഹുർമത്ത് കേടാണ് എന്ന്. ഹസൻ മുസ്ലിയാരാണ് പുസ്തകം എഴുതിയത് തഹ്ദീറുൽ ഇഖ്വ മിൻ തർജുമത്തിൽ ഖുർആൻ. ഖുർആൻ വിവർത്തനം ചെയ്യുന്നതിന് സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഫാത്തിഹ പോലും പഠിക്കൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞ ആ സമൂഹത്തെ അല്ല ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധമായി കൊണ്ടുവന്നത് മുജാഹിദ് പ്രസ്ഥാനം. അപ്പൊ നമ്മളോ ഖുർആൻ പഠിക്കേ, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അല്ലെ, അതിനൊന്നും നമുക്ക് സമയമില്ല, അതൊന്നും നമ്മളെ വൈബിൽ പെട്ടതല്ല. അപ്പൊ അങ്ങനത്തെ തലമുറയെ വിളിച്ചിട്ട് ഇത് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തിട്ട് എന്താ പറയേണ്ടത്, ഇതൊക്കെ റബ്ബ് നൽകിയ അനുഗ്രഹമാണ്. ലൈൻ ശക്കർത്തും ലസീദന്നക്കും വലൈൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. അപ്പൊ അതിൽ നമ്മളും പൊടിച്ചണം. ഇന്ന അദാബി ലശദീദ് എന്ന് പറയുമ്പോ നമ്മളെ പേരക്കുട്ടികളും നമ്മളെ മക്കളൊക്കെ കാര്യത്ത് അനുഭവിക്കേണ്ടി വരിക. ഇന്ന അദാബി ലശദീദ്. ഗസ്സൊക്കെ ചിലപ്പോ ആവർത്തിച്ചൂടായിയൊന്നുമില്ല, പറയാൻ പറ്റൂല. കാരണം നമ്മളെ കൗമ് ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഓല വൈബേറ്റ് പോവുകയാണെങ്കിൽ അതൊക്കെ ആവർത്തിച്ചെന്ന് വരും. അപ്പൊ ആരാ ആവർത്തിച്ചാൽ അതിൽ കുടുങ്ങിയ നമ്മളെ പേരക്കുട്ടികള് നമ്മളെ മക്കളൊക്കെയാണ്. അപ്പൊ ഓല ബോധവൽക്കരിക്കേണ്ട ബാധ്യത നമുക്കാണ്. അപ്പൊ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് റബ്ബിന്റെ കലാമുമായി ബന്ധപ്പെട്ട് അത് വായിക്കാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനൊക്കെ ഉള്ള അവസരം ലഭ്യമാക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ നാഥ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളെല്ലാം നീ പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കണമേ നാഥ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ നാഥ. ഫാസിസ്റ്റുകളുടെ എല്ലാവിധ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി അവരുടെ ഫിത്തനകളിൽ നിന്ന്, അവരുടെ ഷർറിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും രാജ്യത്തെയും രാജ്യക്കാരെയും നീ രക്ഷപ്പെടുത്തണമേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.